ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഞാൻ വന്നിരിക്കുന്നത് ബെല്ലം ഗവലു എന്ന് പറഞ്ഞ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആന്ധ്രയിലൊക്കെ മെയിനായിട്ട് സ്വീറ്റ്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഷെല്ലിൻ്റെ രൂപത്തിലുള്ള ഈ ഐറ്റം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 2 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കൈ വെച്ച് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഡോ പോലെ ആക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചെറിയ ചെറിയ ബോളിലാക്കി എടുക്കാം. ഒരു മാർബിൾ ബോളിൻ്റെ സൈസിൽ ചെറിയ ബോളാക്കി എടുക്കാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോളാക്കി ആ ചെറിയ ബോളുണ്ടല്ലോ, അത് ആ ഫോർക്കിൻ്റെ ഇതുപോലെ മേലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഷെല്ലിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച് ഡോ എല്ലാവരും ഇതുപോലെ ചെറിയ മാർബിൾ സൈസ് ബോളാക്കി എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് മേലെ മാത്രം കളർ മാറിയിട്ട് ഉള്ളിൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഇതുപോലെ ഞാൻ എല്ലാവരും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാവുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. ഞാനിപ്പോൾ ശർക്കരയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിളയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര പാൻ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതാണ് കേട്ടോ. അത് കാരണമാണ് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇതുപോലെ ഒന്ന് ആക്കി നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കുക. ഒരു നൂൽപ്പരുവാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നൂൽപ്പരുവായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ശർക്കര പാനിയിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആയി കിട്ടും. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ റെഡിയായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബെല്ലം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതും എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്നുമില്ല, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് കട്ടിയാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാവരും മിക്സ് ആയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ കട്ടിംഗ് ബോർഡിയുമൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ സെപ്പറേറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ബെല്ലം ഗവലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്